ഇന്ന് ഞങ്ങൾ പഴനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പഴനിയിലേക്ക് ഞങ്ങൾ 5:30 സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പം ഞങ്ങൾ കുതിരാൻ തുരങ്കത്തിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ തുരങ്കത്തിലേക്ക് കയറാണ് കേട്ടോ, കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ഈ സമയത്ത് ഈ റൂട്ടിൽ. ഇപ്പോൾ തുരങ്കമൊക്കെ കടന്നു ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നെന്മാറ ആ ഭാഗത്തൊക്കെ എത്തിയിട്ടാണ്. 7 മണി സമയമാണ് ഏകദേശം. നെന്മാറ വല്ലങ്കിയൊക്കെ നടക്കണ ആ സ്ഥലത്താണ് കേട്ടോ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുള്ളൂ, കാണാമല്ലോ സൂര്യൻ ഉദിച്ച് വരുന്നു. നമ്മൾ തമിഴ്നാട് ബോർഡറിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ നിറച്ച് 2 സൈഡിലും എപ്പോഴും തെങ്ങിൻ തോപ്പുകളാണ് തമിഴ്നാട്ടിൽ. നമ്മുടെ കേരളത്തിലൊന്നും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് തമിഴ്നാട്ടിലുള്ളത്, ഈ തെങ്ങിൻ തോപ്പുകൾ. പിന്നെ കാണുന്നതാണ് ഈ വിൻഡ് വിങ്ങുകൾ, ഇങ്ങനെ കാറ്റാടി യന്ത്രങ്ങൾ 2 സൈഡിലുണ്ട് കേട്ടോ ഈ കാറ്റാടി യന്ത്രങ്ങൾ. പഴനിക്ക് പോണ വഴിയിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ഒരു കാറ്റാടി യന്ത്രത്തിൻ്റെ ഒരു ലീഫ് ഇവിടെ ശരിയാക്കാൻ അവർ ഫിറ്റ് ചെയ്യാനായിട്ടാണ് തോന്നിട്ടാ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ഇതാണ്ട അത്ര വലിയ ലീഫാണ് അതിൻ്റെ വിൻഡ് വിൻ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മളെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ വളഞ്ഞ് വറ്റിക്കാണ് വിടുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, റോഡിലധികം തിരക്കൊന്നുമില്ല. പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പഴനിയിലെത്തി. പഴനിയിൽ നല്ല തിരക്കാന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം ആൾക്കാരെ കാണാനുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ ആ കാണുന്ന മലയുടെ മുകളിലാണ് അമ്പലം. നേരെ കാണുന്ന കുതിരവണ്ടികൾ കുറേ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വഴിക്കൂടെ. അപ്പോൾ ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ്. നല്ല തിരക്കുണ്ട്, തൊഴാൻ പറ്റുമെന്നൊന്നും അറിയില്ല. വണ്ടികളൊന്നും ഇടാൻ തീരെ സ്ഥലം കുറവാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ മലയുടെ മുകളിലാണ് മുരുകക്ഷേത്രം. അപ്പോൾ അവിടേക്കൊന്നും വീഡിയോ അനുവദിക്കും.